പാടില്ല. നമ്മുടെ നാവ് എന്ത് ചെയ്യണം? പരമാവധി എന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കാൻ കഴിയണം. ആ നാവ് സൂക്ഷിച്ചാൽ അവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരത്തെക്കാൾ തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവര് നാവ് കൊണ്ട് ചെയ്യുന്ന പറയണത്, അല്ലെ? നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാള്, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദിനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു, ഒരു കുറ്റപ്പെടുത്തി, നിങ്ങൾ തൗബ ചെയ്യുമ്പോ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്തേ? ആ ചങ്ങാതി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പൊരുത്തം തരാതെ നാവ് കൊണ്ട്, ഇപ്പൊ ഞാന് ഈ അകത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനെ പറ്റിയിട്ട് എന്ത് ചെയ്തു? ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ചങ്ങാതി എനിക്ക് എപ്പോഴാണോ പുറത്തു നൽകുന്നത് അത് കഴിഞ്ഞിട്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു പടച്ച തമ്പുരാൻ എന്റെ തൗബ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കില്ല. കേട്ടോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ നാവ് നന്നാക്കുന്നവരാരാ? അവരെന്റെ പ്രിയമുള്ളവരെ ദുനിയാവുണ്ടല്ലോ ആഖിറമുണ്ടല്ലോ വിജയിപ്പിക്കുന്നതാ. ഒരിക്കലതാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ മദീനയിലോ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, വല്ലാതെ കരയുകയാ, ഏങ്ങലടിച്ചുകൊണ്ട് കരയുകയാ. ഉമർ തങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ നോക്കുമ്പോ വല്ലാതെ കരയുകയാ. ഉമർ തങ്ങൾ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, മദീന പള്ളിയില് ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, വല്ലാതെ കരയുകയാ. എന്താണെന്നറിയില്ല, ഏങ്ങലടിച്ചുകൊണ്ടാ കരയുന്നതോ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളാ സ്വഹാബിയെ വിളിക്കുകയാ. ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയോ ചെറുപ്പക്കാരനാകുന്ന സ്വഹാബിയോട് പറയുകയാ, കടന്നു വരിക, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരിക. ആ ചെറുപ്പക്കാരനതാ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ കരയുകയാ. നബി തങ്ങളുടെ മുമ്പിൽ വല്ലാതെ ഏങ്ങലടിച്ച് കരയുകയാ. നബി തങ്ങൾ ചോദിക്കുകയാ, എന്തിനാ കരയുന്നതോ? എന്തിനാ വിഷമിക്കുന്നതോ? എന്തിനാ സങ്കടപ്പെടുന്നതോ? ആ ചെറുപ്പക്കാരനതോ കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തില് ഒരു വല്ലാതെ തെറ്റ് ചെയ്തു പോയി നബിയേ, അല്ലാഹു പൊറുക്കുമോ നബിയേ? നബി തങ്ങൾ പറയുകയാ, എന്ത് തെറ്റാണ് ചെയ്തതോ? എന്ത് പാപമാണ് ചെയ്തതോ? എന്നോട് പറയുമോ? ആ ചെറുപ്പക്കാരനതാ നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ജോലി എന്ന് പറയുന്നത് മയ്യത്തിന്റെ കഫം പുടവയുണ്ടല്ലോ വിൽക്കുന്ന ജോലിയാ. ഒരിക്കലതോ നമ്മുടെ നാട്ടിൽ ആര് മരിച്ചാലോ അവരെല്ലാരും കബറടക്കാൻ കബർസ്ഥാനിൽ പോകുമല്ലോ. കബറിലേക്ക് ഇറങ്ങുകയാ, ജനാസയെ ഇറക്കി വെക്കുകയാ, മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ, ദുആ ചെയ്യുകയോ. എല്ലാവരും അതാ വീട്ടിലേക്ക് പിരിഞ്ഞു പോകുമ്പോ ഞാനതാ ആ മയ്യത്തിന്റെ കബർസ്ഥാനിന്റെ പുറത്തുണ്ടല്ലോ ഒരു മരമതാ നടുകയാ, ഒരു കമ്പുണ്ടല്ലോ നടുകയാ. എന്നിട്ട് എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എല്ലാവരും പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ ആ കബർസ്ഥാനിലേക്ക് കടന്നു വരികയാ. എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഞാൻ ആ കബർസ്ഥാനിലേക്ക് കടന്നു വരികയോ. കബർസ്ഥാനിലേക്ക് കടന്നു വന്നിട്ടു ഈ അടയാളം വെച്ച കബറുണ്ടല്ലോ പൊളിക്കുകയാ, മണ്ണിങ്ങനെ വാരുകയാ, മൂടുപലക മാറ്റുകയാ. മൂടുപലക മാറ്റിയിട്ട് റബ്ബേ കബറിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങുകയാ. കബറിലേക്ക് ഇറങ്ങുമ്പോ ആ ജനാസ ഇങ്ങനെ കിടക്കുകയാ. ആ ജനാസയുടെ കഫം പുടവയുണ്ടല്ലോ ഞാൻ മോഷ്ടിക്കുകയാ. എന്നിട്ട് ആ കബർ മൂടുകയോ. ഞാൻ ആ കബർസ്ഥാനില് ആ ജനാസയുടെ കഫം പുടവയുണ്ടല്ലോ അത് മറിച്ചു വെക്കുകയാ. അത് വേറെ ഒരാൾക്ക് മറിച്ചു വെക്കുകയാ. യാ റസൂലല്ലാഹ്, നമ്മുടെ കബർസ്ഥാനിലുള്ള ജനാസകള് നഗ്നരാണ് നബിയേ, നഗ്നരാ
തലയാണ് നബിയേ, അത് മുഴുവനും ഞാൻ മോഷ്ടിച്ചു നബിയേ, അല്ലാഹു പൊറുക്കുമോ നബിയേ? ഉമർ തങ്ങൾ നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അവന്റെ തലനാര് അറുക്കട്ടെ നബിയേ, അവന്റെ തലനാര് മുറിക്കട്ടെ നബിയേ. ഉമർ തങ്ങളതാ നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, വേണ്ട വേണ്ട, അവനെങ്ങാനും തൗബ ചെയ്താ അല്ലാഹു പൊറുക്കുന്നതാ. പടച്ചവനെ, റസൂലുള്ള പറയുകയാ, കരഞ്ഞു, ദുആ ചെയ്തോ, തൗബ ചെയ്തോ, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ, അല്ലാഹു പൊറുക്കുന്നതാണ് എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ആ സഹാബിയതാ വീണ്ടും കരയുകയാ, വല്ലാതെ ഏങ്ങലടിക്കുകയാ, വല്ലാതെ വിരഹിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുകയാ, എന്തിനാ കരയുന്നതോ? അല്ലാഹു പൊറുക്കുമല്ലോ, പിന്നെന്തിനാ കരയുന്നതോ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാ, യാ റസൂലല്ലാഹ്, വേറെയൊരു തെറ്റും കൂടെ ചെയ്തു നബിയേ, അല്ലാഹു പൊറുക്കുമോ നബിയേ? നബി തങ്ങൾ ചോദിക്കുകയാ, എന്ത് തെറ്റാണ് ചെയ്തതോ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, നമ്മുടെ നാട്ടില് ഒരു സുന്ദരിയായ പെൺകുട്ടിയുണ്ടല്ലോ, വിട പറഞ്ഞു നബിയേ, മരിച്ചു നബിയേ. ആ പെണ്ണ് മരിച്ചപ്പോ ഖബറടക്കാരൻ ആര് പോയി നബിയേ? ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുകയാ, ജനാസ ഇറക്കി വെക്കുകയാ, മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ, പടച്ചവനെ തൽക്കീനോതുകയാ, പടച്ചവനെ തസ്ബീഹ് ചൊല്ലുകയാ, പടച്ചവനെ ദുആ ചെയ്യുകയാ. എല്ലാവരും അതോ പിരിഞ്ഞു പോകുകയാ. ആ ഖബറിന്റെ മുകളിലുണ്ടല്ലോ ഒരടയാളമുണ്ടല്ലോ, ഞാൻ വെച്ചു നബിയേ. വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പാതിരാത്രിയില് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഞാൻ ആ ഖബർസ്ഥാനിലേക്ക് കടന്നു വരികയാ. അടയാളം വെച്ച ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാ, അടയാളം മാറ്റുകയാ, ഖബർ പൊളിക്കുകയോ മൂടുപലക മാറ്റുമ്പോ അതിലാ പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ കിടക്കുകയാ. ജനാസയുടെ ചാരത്തേക്ക് ഇറങ്ങുകയാ. ആ ജനാസയുടെ കഫം പുടവയുണ്ടല്ലോ തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിന്റെ മാറുണ്ടല്ലോ, ആ പെണ്ണിന്റെ ഗുഹ്യഭാഗമുണ്ടല്ലോ, ആ മയ്യത്തിന്റെ മുഖമുണ്ടല്ലോ, ആ മയ്യത്തിന്റെ ശരീരമുണ്ടല്ലോ കാണുകയാ. വല്ലാത്ത സൗന്ദര്യമോ എന്റെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കടന്നു വരികയാ. ആ ജനാസയുടെ കഫം പടവയുണ്ടല്ലോ ഞാൻ മോഷ്ടിച്ചു നബിയേ, ഖബർ മൂടി നബിയേ. വീട്ടിലേക്ക് മടങ്ങുമ്പോ ശൈത്താന് കടന്നു വരികയാ. വീട്ടിലേക്ക് കടന്നു പോകുമ്പോ മനസ്സിലേക്ക് ശൈത്താന് കടന്നു വരികയാ. ഇബ്ലീസ് പറയുകയാ, ഒരു മനോഹരമാകുന്ന പെൺകുട്ടിയെ, അലങ്ങാന് കഴിയാത്തോ ഒരു പെൺകുട്ടിയെ ഖബറിൽ കിട്ടിയിട്ടോ എന്തേടാ വ്യഭിചരിക്കാത്തത് എന്നാ ഇബ്ലീസ് ചോദിക്കുകയാ. എന്റെ മനസ്സിലുണ്ടല്ലോ വല്ലാത്തൊരു ആഗ്രഹം കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, പള്ളിക്കാട്ടിലേക്ക് തിരിച്ചു പോവുകയാ. പടച്ചവരെ, പൊളിച്ച ഖബർ രണ്ടാമത്തെ തവണ ഞാൻ നബിയെ പൊളിക്കുകയാ, മൂടുപലക മാറ്റുകയാ. പലക മാറ്റുമ്പോ അതിലൊരു ജനാസയുണ്ടല്ലോ, മാറിടവും കാണിച്ചുകൊണ്ട് നഗ്നനായി കിടക്കുകയോ. ഞാൻ ആ ജനാസയിലേക്ക് ഇറങ്ങുകയാ, ഖബറിലേക്ക് ഇറങ്ങുകയോ. എന്നിട്ടാ ഖബറിൽ കിടക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയുണ്ടല്ലോ വ്യഭിചരിക്കുകയാ, പീഡിപ്പിക്കുകയാ, ബന്ധപ്പെടുകയാ. ഉമർ തങ്ങളെ നബി തങ്ങളോട് പറയുകയാ, ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയോ, യാ റസൂലല്ലാഹ്, അവന്റെ തലനാർ അറുക്കട്ടെ നബിയേ, അവന്റെ തലനാർ അറുക്കട്ടെ നബിയേ. നബി തങ്ങള് പറയുകയാ, കരഞ്ഞുകൊണ്ട് പറയുകയാ, വേണ്ട ഉമറേ, അറുക്കാന് പാടില്ല ഉമറേ, അവന്റെ തലയെടുക്കാന് പാടില്ല. അവനെങ്ങാനും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് തൗബ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അവന്റെ തൗബയുണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കുന്നതോ. ഉമർ തങ്ങൾ കരഞ്ഞു കണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്,
ഖബറിൽ കിടന്ന പെൺകുട്ടിയെ വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കുമോ? ഖബറിൽ കിടന്ന പെൺകുട്ടിയെ വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കുമോ? നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതോ. എന്നാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ഖബറില് വ്യഭിചരിച്ചവന്, ഖബറിലെ പെൺകുട്ടിയെ വ്യഭിചരിച്ചവന് അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പുറത്തു കൊടുക്കൂല. ഒരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ആർക്കെന്നറിയോ? നാവ് കൊണ്ട് ഫനാ പറയുന്നവരെ, നാവ് കൊണ്ട് ഫസാദ് പറയുന്നവരെ, നാവ് കൊണ്ട് ഏഷണി പറയുന്നവരെ, നാവ് കൊണ്ട് പരിദൂഷണം പറയുന്നവരെ, അവരുടെ ദുനിയാവും ആഖിറവുമുണ്ടല്ലോ, അല്ലാഹു പരിഗണിക്കൂല. കാക്കടേ ഖബറിൽ കിടന്ന പെൺകുട്ടിയെ വ്യഭിചരിച്ചവന് പോലും അല്ലാഹു എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തു കൊടുത്തു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് ഫിത്ന പറയുന്നവര്, ഫസാദ് പറയുന്നവര്, അവരുടെ പാപങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പുറത്തു കൊടുക്കൂല. അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ കഴിയില്ലെന്ന് നബിഗിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ, ഈ റമദാനിന്റെ വഅദിൽ നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ടവരെ 5-ാമത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ള ഒരു വസിയത്ത് എന്ന് പറയുന്നത്, ഈ നാവ് എന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കാൻ കഴിയണം. പള്ളിയിലേക്ക് പോകും നമ്മള്, പരമാവധി പള്ളിയിലേക്ക് നടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാം. കാരണം എന്താ? നടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്ന അല്ലാഹു പുറത്തു നൽകുന്ന. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. എന്നാൽ